ഗൈസ്, ഇന്നത്തെ വീഡിയോ യമഹ RX100ന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പ്ലസ് കുറച്ച് സ്റ്റോറിയും കൂടെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറി പറഞ്ഞു തരുന്നത് എൻ്റെ ബ്രദർ വിഷ്ണു ആണ്. ഇതാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണുവിൻ്റെ RX100 ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ബൈക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ബൈക്ക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊന്ന് ഓടിക്കാം. ഓടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സ്റ്റോറി ചെയ്യും. അപ്പോൾ ഹായ് ഗൈസ്, ഇന്ന് പുറത്ത് നല്ല മഴയായത് കാരണമാണ് നമ്മളിന്ന് ഇൻഡോറിൽ ഇപ്പം ഷൂട്ട് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് അല്ലേ? ഇത് ഞാനല്ലേ പറയേണ്ടത്, ഞാനല്ലേ ഇതൊരു തിരേണ്ടത്. ഇപ്പം ആര് പറഞ്ഞ? നീ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. ഇതാണ് സംഭവം. ഭയങ്കര മഴയാണ്, മെനക്കെടാൻ വയ്യ. അത് കാരണം നമ്മൾ ഞാനത്ത് വന്നു, ഒരു രീതിയിൽ നിൽക്കാൻ പറ്റൂല. അത് കാരണം നമ്മളിപ്പോൾ ഇൻഡോറിലോട്ട് ഷൂട്ട് മാറ്റിയിരിക്കുകയാണ്. നമുക്കപ്പോൾ എന്തായാലും ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഏത് ഇയറിലെ മോട്ടോർ സൈക്കിളാണ്? നിങ്ങളുടെ ഇത് എങ്ങനെ കിട്ടി? ഇത് നിനക്കറിയാന്നുള്ള ചോദ്യങ്ങളല്ലേ? അവർക്കറിഞ്ഞൂടല്ല, എനിക്കറിഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും 1993 വണ്ടിയാണ്. ഇത് ഒരു 1996 റേഞ്ച് എന്തോ ആണ് അച്ഛൻ മേടിച്ചത്. അച്ഛൻ്റെ കല്യാണമൊക്കെ അടുക്കാൻ നേരമായപ്പോൾ മേടിച്ചത്. അങ്ങനെ കേസിട്ടല്ല, എന്ത് വേണോ പറഞ്ഞാൽ മതി. അങ്ങനെ കല്യാണമൊക്കെ എടുക്കാൻ നേരത്തെ മേടിച്ച വണ്ടിയാണ്, സെക്കൻഡാണ് മേടിച്ചത്. ആക്ച്വലി ഇത് ഒരു റേസിങ്ങിന് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു. ബാംഗ്ലൂർ റേസിങ്ങിന് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു. റേസിങ് അവിടുത്തെ പയ്യന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. ഇവിടുത്തെ ശരിക്കും അത് മലയാളിയുടെ വണ്ടി തന്നെയായിരുന്നു, മലയാളിയാണ് അവിടുത്തെ. അപ്പം അത് പുള്ളിക്കാരൻ നാട്ടിൽ വന്ന പുള്ളിക്കാരൻ അവിടെ വെച്ച് എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ ഈ വണ്ടി സ്റ്റോക്കാക്കി തിരിച്ച് ഇവിടെയൊക്കെ കൊണ്ടുവച്ചിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഫാദർ ഇതങ്ങനെ കൊടുക്കാനായിട്ട് വെച്ചിരുന്ന സമയത്താണ് അച്ഛൻ ചെന്നത് മേടിച്ചത്. വണ്ടിക്ക് യാതൊരുവിധ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ എന്താണെന്നുള്ളത് നിനക്കറിയായിരിക്കും. ഈ വണ്ടി ഇത്രയും വർഷമായിട്ട് ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടിയുടെ കണ്ടീഷൻ എന്താണ്, എങ്ങനെയാണ്, വണ്ടിക്ക് യാതൊരുവിധ എൻജിൻ ഈ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ വന്നിരുന്ന സമയത്ത് തന്നെ നീ ഓടിച്ചിരുന്നതാണ്. അപ്പോൾ നിനക്കറിയാം ആ സമയത്ത് വണ്ടിയുടെ കണ്ടീഷൻ എന്താണ്, എന്ത് പക്ക ഇതിലായിരുന്നു ഇരുന്നതെന്ന്. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഒരു പ്രാവശ്യം എന്നെ പൊന്മുടി കൊണ്ടുപോയി, ഓർമ്മ? പിന്നെ അതിന്റെ ഫസ്റ്റ് പൊന്മുടി പോയത് അതിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പൊന്മുടി കണ്ടത് ഇതിലായിരുന്നു. ആ ഒരു സമയത്തെ ഫോട്ടോ ഞാൻ വെച്ചേക്കും, നോക്കിയാൽ ഈ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ അന്ന് ഇതിനെടുത്തിട്ട് പൊന്മുടി പോയത്. ഞങ്ങൾ അന്ന് +2 അല്ലടാ? നമ്മൾ +2 പഠിക്കുന്നുണ്ട്. പിന്നെ ഈ വണ്ടി മോഷണം പോയ എന്തോ സ്റ്റോറി ഇല്ലേ നിന്റെ അച്ഛൻ്റെ ഇരുന്ന സമയത്ത്? അത് നമുക്കൊന്ന് പറഞ്ഞു തരും എങ്ങനെയാണെന്ന്. ഇത് ഞാൻ ഒരു 7ലോ 8ലോ പഠിക്കുന്ന സമയത്താണ് ഈ വണ്ടി ഇങ്ങനെ മോഷണം പോയത്. ആ സമയത്ത് എനിക്ക് ഈ വണ്ടിയെ വലിയ താല്പര്യമൊന്നുമില്ല. അന്ന് ഈ മോഷണം പോയെന്ന് പറഞ്ഞ സമയത്തും ഞാൻ നന്നായി, നമുക്ക് പുതിയ വണ്ടി എടുക്കാം. ഏത് വണ്ടി? പാഷൻ പ്രോ. ഇതാണ് അന്നത്തെ എൻ്റെ പാഷൻ പ്രോ, അല്ലെങ്കിൽ ഹങ്ക് എടുക്കാന്ന് പറഞ്ഞോണ്ട്. അങ്ങനെ അന്ന് ഹീറോ ഹോണ്ട ഒരു ഇങ്ങനെ തിളങ്ങി നിന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെ അപ്പം എനിക്ക് അത് ഒരു കണ്ണുണ്ടായിരുന്നു. അപ്പം ഇത് പോയി അടുത്തത് അതെടുക്കാം. മണ്ടൻ, വേറെ ഞാൻ എന്ത് പറയാൻ, പറയേണ്ട കാര്യമില്ല. അങ്ങനെ അത് അച്ഛൻ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ അറിയാമായിരിക്കും, നീ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നിന്റെ വീഡിയോയിൽ, പേട്ടയിലുള്ള. അപ്പം അവിടെ വെച്ചിട്ട് വണ്ടി ഒരു നൈറ്റ് ഒരു എമർജൻസി വന്ന ഒരാൾക്ക് ബാറ്ററി എടുത്ത് കൊടുക്കാൻ പോകുന്നൊരു ഗ്യാപ്പിൽ ആളും കൂടെ കടയിലോട്ട് കയറി. അപ്പം അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് വണ്ടി കാണാനില്ല. അച്ഛൻ ആദ്യം വിചാരിച്ചു ഫ്രണ്ട്സ് ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയെല്ലാം അവിടെ എവിടെയെങ്കിലും എടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛൻ അത് നോക്കി ഇവരെയൊക്കെ വിളിച്ചു, ഒരു റെസ്പോൺസ് ഇല്ല. മീൻസ് അവരാരും എടുത്തില്ല, അവരൊക്കെ വേറെ സ്ഥലത്തൊക്കെ നിൽക്കുന്നു. അങ്ങനെയാണ് എന്തോ കളിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്, അതാണ് ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു. അങ്ങനെ അച്ഛൻ കൊണ്ട് സമാധാനം ഇല്ല. ഞാനിവിടെ നോക്കിയപ്പോൾ നമ്മളൊക്കെ നോക്കിയപ്പോൾ 11 മണിയായിട്ട് അച്ഛൻ വീട്ടിൽ വരുന്നില്ല. വിളിച്ചു നോക്കുമ്പോൾ വണ്ടി കാണാനില്ല, സ്റ്റേഷനിൽ നിൽക്കുന്ന കേസ് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ വണ്ടി അച്ഛൻ ആകെ മൊത്തം ഡെസ്പായി, ആകെ ഒരിത്. കാരണം അച്ഛൻ പണ്ടൊട്ടേ പറഞ്ഞു ഈ വണ്ടി എനിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഇത് എനിക്ക് കൊടുക്കുന്ന പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് വേറെ വല്ല വണ്ടിയും മതി അങ്ങനെ പറഞ്ഞോണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെ
ഇത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞൊരു 1.5 ആഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഒരാളെ വിളിച്ചു. നമ്മളുടെ വീടിനടുത്ത് തന്നെ ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വീട്ടിന് അവിടെ നിന്ന് വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ വണ്ടി വിറ്റായിരുന്നു. പറഞ്ഞു ഇല്ല, എന്ത് പറ്റി? വണ്ടി ഇതാ ഇവിടെ കുറച്ച് മുന്നേ ഒരാൾ ചേട്ട വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് മുമ്പ് ഇവിടെ വന്ന് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് വണ്ടി ഓഫായി പോയിട്ട് സ്റ്റിക്കർ അടിച്ചുകൊണ്ടിരിക്കുന്നു കുറേ നേരമായിട്ട്. 15 മിനിറ്റോളം നിന്ന് അടിച്ചുകൊണ്ടിരുന്നത്. ഇത് നോക്കി നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് വിട്ടല്ലേ, ഞാൻ സഹായിച്ച് സ്റ്റാർട്ടാക്കി വണ്ടി നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ടെന്ന്. സിംഗം സിനിമയിൽ വിവേക് മറ്റേ ലോറിക്കാരനെ പറഞ്ഞിട്ട് ടാറ്റ, അതേ അവസ്ഥയായിരുന്നു. അങ്ങനെ അത് പറഞ്ഞിട്ട് ഇല്ല അത് മോഷണം പോയ വണ്ടിയാണെന്ന്. ഓപ്പോ അങ്ങനെ ഒരു റിയാക്ഷനെ കൊടുത്ത് അപ്പോൾ എന്നുള്ള ലെവലിൽ പോയി. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം എടുത്തു കണ്ടുപിടിക്കാനായിട്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 1 മാസം അടുപ്പിച്ചോളം എടുത്തു ഈ വണ്ടി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട്. പോലീസുകാർ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ ഇത് ഇന്ന സ്ഥലത്താണ്. പിന്നെ പോലീസുകാർ നോക്കിയപ്പം മനസ്സിലായത് ഭീമാപ്പള്ളിയിലാണ്. ശുഭ അപ്പൊ പിന്നെ അറിയാലോ അന്നത്തെ ലെവലില് ഭീമാപ്പള്ളിയിലാണെന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആ ഒരു ഇതും അപ്പം അകത്ത് വെച്ചിട്ടൊന്നും ഞാനൊന്നും പറ്റില്ല, ചെന്ന് മേടിക്കാൻ പിന്നെ വലിയ പ്രശ്നമായി കഴിഞ്ഞാൽ. അത് കാരണം നമ്മൾ പിന്നെ അച്ഛൻ്റെ വേറൊരു ഫ്രണ്ടും മറ്റേ അക്കരയിൽ വിജയനന്ദാസനും പോലെ ഈ ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് അച്ഛൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് ഓവർ വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഓവർ ഇതൊക്കെ പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്ത് അവിടെ നിന്ന് വണ്ടി വെളിയിൽ വന്നു. എന്നപ്പോൾ ഇവർ പിടിച്ച് നിർത്തി വണ്ടി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ചുമ്മാ കുറേ ട്രിക്കൊക്കെ എടുത്ത് ചോദിച്ചു. അങ്ങനെ പോലീസ് വന്നു നിന്നു, ബുക്കും പേപ്പറും കാണിക്കാൻ പറഞ്ഞു. വേറെ എന്തൊക്കെ പേപ്പർ, ഇൻഷുറൻസിൻ്റെ പേപ്പറൊക്കെ കളർ പേപ്പർ കൊടുത്തിട്ട് RC ബുക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു RC ബുക്ക് എനിക്ക് മറ്റന്നാൾ തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളുടെ വണ്ടി മേടിച്ചെടുത്തിട്ട് മറ്റന്നാൾ അവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് അവൻ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൊണ്ടുവന്ന സമയത്ത് ഇവൻ RC ബുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റിൽ അവൻ വന്നു. ഇവനെ കൊടുക്കുന്ന സമയത്ത് പോലീസ് ഇവനെ പൊക്കി എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് ഇവൻ ഏതോ ഒരു ലൊക്കാലിറ്റിയിൽ ഇവിടെ നമ്മുടെ ഈ പേട്ട ഏതോ ഒരു ഭാഗത്ത് തന്നെ ഏതൊരു ലൊക്കാലിറ്റിയിൽ ഒരു അമ്പലത്തില് പോറ്റിയുടെ മോനാണെന്ന്. നല്ല പയ്യൻ. അതല്ല ഇത് അങ്ങനെ ഇത് ഭീമാപ്പള്ളി എന്തോ ഒരു നേർച്ച കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് കിട്ടാൻ വേണ്ടി, അങ്ങനെ എന്തോ സംഭവിക്കും. ഇതുണ്ട്. അച്ഛൻ ഇത് വണ്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭീമാപ്പള്ളിയിൽ എന്തോ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ ഒക്കെ പോയി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയോ പൈസ കൊടുക്കുക എന്തൊക്കെയോ ചെയ്തായിരുന്നു. എന്തോ നേർച്ചക്കേടാന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അവിടുത്തെ ഒരു വിശ്വാസമാണ് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് നേർച്ചയായിട്ട് ഡെഫിനറ്റ്ലി കിട്ടുമോ എന്നുള്ളൊരു വിശ്വാസം അല്ലേ? കറക്റ്റാണ്. അതൊരു ധൈര്യമുണ്ട് നമ്മളിപ്പോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ. അവിടെ മാത്രമല്ല ഇടത്ത് നമ്മൾ ഒരു ആത്മാർത്ഥത്തോടെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ളതാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് തന്നെ വരും എന്നുള്ളത്. പിന്നെ എന്തോ അവസാനം അത് കേസ് അച്ഛൻ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ അങ്ങനത്തെ ഒരു അരിവുള്ളതിന്റെ പേരില് ആ രീതിയിൽ അങ്ങ് വിട്ടു. പണ്ട് എനിക്കും ഈ വണ്ടിയുടെ വില എന്താണ്, വണ്ടിയുടെ ഇതെന്താണെന്ന് ആ ഒരു പ്രായത്തിലായിരുന്നു. ഞാൻ ഒരു 7-ലോ 8-ലോ 9-ലോ അങ്ങനെ എന്താ പഠിച്ച സമയത്താണ് ഞാൻ സത്യത്തിൽ ഈ വണ്ടിയുടെ ആ ഒരു ഇത് മനസ്സിലാക്കിയത്, വാല്യൂ മനസ്സിലാക്കിയത് ഒരു 10ഒക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് തുടങ്ങിയപ്പോഴാണ്. എനിക്ക് അറിഞ്ഞൂടാ, പണ്ട് ഞാൻ ഈ സ്കൂളിൽ ഈ വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഈ വണ്ടിയുടെ, പഴയ വണ്ടി ആയതിൻ്റെ പേര്. കുറെ പേര് ഈ സ്കൂളിലുള്ള ആളുകളെല്ലാം കൂടെ പറയുന്നത് കേട്ടാണ് ഈ വണ്ടിക്ക് അത്രയും ഇതുണ്ടോ, വണ്ടി എന്ന് പറയുമ്പോൾ RX ആണ്. നിന്റെ അച്ഛന് RX ആണ്, അതാണെന്ന് പറഞ്ഞാണ് ഞാൻ ഇതറിയുന്നത്. ഈ വണ്ടി ഇങ്ങനെ ഇത്രയുണ്ട് ഇതാണ്. വണ്ടി ഒരു 2 വീലർ ഫസ്റ്റ് എടുത്ത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്ന വരെ ഈ വണ്ടിയാണ്, ഇതിലാണ് പഠിക്കുന്നത്. ഇതിൽ പഠിച്ചു തന്നെയാണ് ആദ്യം വീണതും കാലൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെയിനൊക്കെ ആയി അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. വണ്ടി മൊത്തം പഠിച്ചത് ഈ ബൈക്കിൽ നിന്ന് തന്നെയാണ്, RX തന്നെയാണ്. അങ്ങനെ അന്നോട്ട്. പക്ഷെ ഇപ്പോ കറന്റ്ലി ഈ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു മോഷണം പോവുകയാണെങ്കിൽ അവനെ അല്ല ഞാൻ എല്ലാരും പിടിച്ച് ഞാൻ ജയിലിൽ ഇടും. എനിക്ക് അത്രേ പറയാനുള്ളൂ. കള്ളപ്പന്നി. അങ്ങനെ എക്സ്ട്രാ ലോക്ക് എന്തെങ്കിലും ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ലോക്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എക്സ്ട്രാ? ഇതിന്റെ ഈ ഒരു ഇത് തന്നെയാണ് സെയിം ഈ ഇത് തന്നെയാണ്. ഞാൻ പിന്നെ അധികം പിന്നെ
ഭയങ്കര ഇതായിട്ടുള്ള വിജനമായിട്ടുള്ള സ്ഥലത്തൊന്നും കൊണ്ട് ഞാൻ വെക്കാറില്ല. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കത്തില്ല. അല്ലാത്ത സമയത്ത് നമുക്ക് വേറെ പടക്കുതിര ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് പോകും. ഏതാണ് ആ പടക്കുതിര? ഏതറാണ് പടക്കുതിര. അതിലാണല്ലേ ബാക്കി കമ്പ്യൂട്ടർ എത്രയാണ് ഇതങ്ങനെ. ഇത് പിന്നെ എപ്പോഴാണ് എടുക്കാറ്? ജസ്റ്റ് ട്രിപ്പ് വല്ലതും പോകാറുണ്ട്? അങ്ങനെ എപ്പോഴും പോകത്തില്ല. നീ എന്നാ പറഞ്ഞേ? അവനാണ് വിളിക്കാറ്. എന്റെ എന്റെ അല്ല അങ്ങനെ പോകത്തില്ല. അതായത് നിനക്കറിയായിരിക്കുമല്ലോ, നമ്മള് ആലപ്പുഴ ഒക്കെ പോയതൊക്കെ തന്നെയാണ്. ആലപ്പുഴ പിന്നെ വല്ലപ്പോഴും ഈ പറഞ്ഞ ഈ പൊന്മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ ഓട്ടം കാണത്തില്ല. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലല്ലോ. അവസാനം കൊണ്ടുപോയി കഴിഞ്ഞാൽ സലിംകുമാർ പറയണ പോലെ അതെടുത്തിട്ടാ മതി. ആ കിളവി തള്ളമാർ അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. അപ്പടിയാ സാപ്പാട് കിടക്കുവാ.